കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവമായ കർത്താവ് നമ്മോടൊത്തുണ്ട്. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവ് ഇതാ നമ്മുടെ സന്നിധിയിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മളെ നയിക്കുവാൻ ഇതാ ദൈവമായ കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ വേദനയിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ നെടുവീർപ്പുകളിലും ദൈവത്തെ വിളിച്ചു വരുത്തുന്ന ദിവസമാണെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയോ, ദുരിതങ്ങളിലൂടെ കടന്നുപോയോ, അപ്പോഴെല്ലാം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുന്നു, കർത്താവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ, ഞങ്ങൾ പാപം ചെയ്തു പോയി, ദൈവമേ ഇറങ്ങി വരണമേ, അങ്ങ് സർവശക്തനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന ഒരു ജനത. ആ ജനതയുടെ മേലാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിലവിളിയോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് ഇറങ്ങി വരണമേ, ഞങ്ങൾ നേരിടുന്ന ഭീഷണികളിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സർവശക്തനായ ദൈവം തൻ്റെ ശക്തി അവരുടെ മേൽ പകരുന്ന അനുഭവം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ആ ദൈവത്തെ വിളിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവത്തിലൂടെ കടന്നു പോകണം. 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിയുമ്പോൾ ആ തീച്ചൂളയിൽ കടന്ന് അവർ പ്രപഞ്ചത്തോടൊപ്പം സർവ സൃഷ്ടിജാലങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രപഞ്ചമേ, മഞ്ഞേ, തൂമഞ്ഞേ, സൂര്യനെ, അഗ്നിയെ എല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അഗ്നിയുടെ നടുവിൽ അവരുടെ ഒരു മുടി പോലും കരിഞ്ഞു പോകാത്ത വിധം ദൈവം ഇറങ്ങി വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം, ഈ മണിക്കൂറിൽ ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും അവിടെ നിന്ന് ഇറങ്ങി വരും, നമ്മുടെ പ്രതിസന്ധികളിലേക്കും ഇറങ്ങി വരും. ആ കർത്താവിനെ വിളിച്ചുകൊണ്ട്, ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ആ സർവശക്തനെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ആ സ്വർഗീയ ശക്തി ഇറങ്ങി വരുന്നത് ദർശിച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ച് അവിടുത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആ ദൈവം ഇതാ നമ്മുടെ മധ്യയെ ഇറങ്ങി വരുന്നു. ആ ദൈവത്തെ ആരാധിക്കാം, ആ ഈശോയെ ആരാധിക്കാം, ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ചേർന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കാം. അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, ഈശോയിലെ മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും ഈശോയിലെ. യേശുനാഥാ, നീ എൻ ദൈവം, യേശുനാഥാ, നീ എൻ ആശ്രയം, യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ചേർന്ന് പാടട്ടെ.
അറിയുന്ന ദൈവം, ആ ഹൃദയം നമ്മുടെ ഉള്ളിൽ നിന്നും വലിയ സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുതിനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സ്തുതിനാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും ഈശ്വരൻ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും ഈശ്വരൻ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഓ ദൈവമേ, യേശുനാഥാ ഉയർത്തി നീ എൻ ദൈവം, ഹൃദയം ഉയർത്തി ഈശോയെ വിളിച്ചപേക്ഷിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നു. സ്തുതിക്കുന്ന കൂട്ടായ്മ, ദൈവത്തെ വാഴ്ത്തുന്ന കൂട്ടായ്മ, ദൈവിക ശക്തി ഇറങ്ങി വരുന്നു. ഈശോയെ, ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ദൈവിക ശക്തി, ഓ കർത്താവേ, ഓരോ മക്കളിലേക്കും ദൈവിക ചൈതന്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥാ, അങ്ങ് ദൈവമാണ്, അങ്ങ് രക്ഷകനാണ്, അങ്ങ് കോട്ടയാണ്, അങ്ങ് അഭയമാണ്. ഓ ദൈവമേ, ഞങ്ങളിലേക്ക് ചാഞ്ഞിറങ്ങി വരണമേ കർത്താവേ, സ്വർഗം ചായ്ച്ചിറങ്ങി വരണമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ, തകർന്നടിഞ്ഞ ജീവിതങ്ങളിലേക്ക്, രോഗാതുരങ്ങളായ ജീവിതങ്ങളിലേക്ക് ഈശോയെ നീ ഇറങ്ങി വരണമേ. ഇപ്പോൾ തന്നെ ഈ നിമിഷം എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ ആരാധിക്കുന്നു. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. പടരട്ടെ, ആത്മാഭിഷേകം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വരട്ടെ, ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ കൂട്ടായ്മയെ ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ദൈവിക ചൈതന്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus. Praise you. Hallelujah, hallelujah.
hallelujah, 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 ദൈവിക ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വരുന്നു. ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരുന്നു. നമ്മുടെ മനസ്സുകളിലേക്ക്, ശരീരത്തിലേക്ക്, കോശങ്ങളിലേക്ക്, ഹൃദയത്തിലേക്ക്, ചിന്തകളിലേക്ക് ആ സ്വർഗീയ ശക്തി ഇറങ്ങി വരുന്നു. ആ ദൈവത്തെ അനുഭവിക്കട്ടെ, ആ ദൈവത്തെ അനുഭവിക്കട്ടെ. ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, മനസ്സുകളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്. ഈശോ 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 ഈശോയെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങളിങ്ങനെ നമ്മളെ വേട്ടയാടുമ്പോൾ ഈശോ പറഞ്ഞു, സ്വർഗത്തെ നോക്കി ജീവിക്കുവാൻ. സ്വർഗത്തിൽ നമുക്ക് ഈശോ ഒരു ഭവനം നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. ആ സ്വർഗത്തെ ദർശിക്കുമ്പോഴാണ് നമ്മുടെ കഷ്ടതകൾ സന്തോഷമായി മാറുന്നത്. ആ നമ്മുടെ കഷ്ടതകൾ സന്തോഷമായി മാറുന്നത്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ ആ സ്വർഗം ദർശിച്ചു. അവൻ ആ സ്വർഗം ദർശിച്ചു. പിതാവിനെ കണ്ടു, ഈശോയെ കണ്ടു. അപ്പോൾ അവൻ്റെ ഈ ഭൂമിയിലെ വേദനകളെല്ലാം മാറി. വലിയ ഹൃദയത്തിൽ, ആത്മാവിൽ വലിയ സന്തോഷിച്ചുകൊണ്ട് അവൻ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ കല്ലെറിയുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസ്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് മരിച്ച് അവിടുത്തോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിന് ഞാൻ മൂന്നാം തട്ട് വരെ, സ്വർഗത്തിൻ്റെ മൂന്നാം തട്ട് വരെ ഉയർത്തപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞിരുന്നു, ആ സ്വർഗീയ കിരീടത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം മറന്ന് മുന്നോട്ടോടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ ഈ ലോകത്തിലായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോ ഇപ്പോൾ നിന്നോട് പറയുന്നു, ഈ കണ്ണുകൾ ഉയർത്തി ഉന്നതത്തിലേക്ക് നോക്കുക, സ്വർഗത്തിലേക്ക് നോക്കുക. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നീ എത്തിച്ചേരേണ്ട സ്ഥലമാണ്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നീ എത്തിച്ചേരേണ്ട സ്ഥലമാണ്. ആ സ്വർഗത്തെ നീ ലക്ഷ്യം വച്ചില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ വേദനകൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തും, നിന്റെ നിന്നെ ബലഹീനനാക്കും, നിന്റെ ശക്തി ക്ഷയിപ്പിച്ചു കളയും. അതുകൊണ്ട് ഈശോ പറയുന്നു, നിന്റെ ലക്ഷ്യം സ്വർഗമായിരിക്കണം. ഈശോയിൽ എത്തിച്ചേരുക. സെന്റ് ഇഗ്നേഷ്യസ് സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ എത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് ആ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്, ആ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ കഷ്ടതകളെല്ലാം മറന്ന്, പിന്നിൽ സംഭവിച്ചു പോയതെല്ലാം മറന്ന്, ഇതാ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഈശോ വിളിക്കുന്നു നിന്നെ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈശോയോട് പറയാം, കർത്താവേ, ഇതാ ലോകം തരുന്ന സന്തോഷങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ വിശാലമായ വഴി ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ഇടുങ്ങിയ പാതയിലേക്ക് ഇതാ ഞാൻ വരുന്നു കർത്താവേ. നിന്റെ ഇടുങ്ങിയ പാതയിലേക്ക് ഞാൻ വരുന്നു കർത്താവേ. ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുവാൻ, സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ കർത്താവേ, ഇതാ ഞാൻ വരുന്നു. ഈശോയെ, ഞങ്ങളിതാ വരുന്നു. ആ സ്വർഗത്തെ ദർശിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം, സ്വർഗത്തെ ലക്ഷ്യമാക്കാം, അതിനായി ആഗ്രഹിക്കാം. നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിണ്മയമാകും ശരീരം ആ വിണ്ഡൂപം നൽകുമ്പോൾ എന്നല്ലലെല്ലാം ശരീരം ആ വിണ്ഡൂവിൻ
പ്രിയപ്പെട്ടവരെ, നമ്മൾക്കായി കർത്താവ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ലാസർ ഈ ഭവനത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവനായിരുന്നു. എന്നാൽ മരിച്ചപ്പോൾ ആ നിമിഷം അവനെ മാലാഖമാര് അബ്രഹാത്തിന്റെ മടിയിലേക്ക് ഉയർത്തിയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നിനക്ക് കുരുടനായിരിക്കാം, മുടന്തനായിരിക്കാം. എന്നാൽ നീ ഉന്നതത്തിലേക്ക് വഹിക്കപ്പെടുമ്പോൾ അവിടെ നീ കുതിച്ചു ചാടും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ആ സ്വർഗീയ ഭവന ലക്ഷ്യമാക്കി ഈശോ അവിടെ കണ്ണുനീരോ വേദനയോ മുറവിളിയോ ഇല്ല. ദൈവത്തോടൊപ്പം ചേർന്ന് സമാധാനത്തിലായിരിക്കുന്ന അവസ്ഥ. ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ പാടി ആരാധിക്കുക. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. എല്ലാവരും ചേർന്ന് വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം സ്വർഗ്ഗത്തെ ദർശിച്ചുകൊണ്ട്, കർത്താവിനെ കണ്ടുകൊണ്ട്, ആ സ്വർഗ്ഗത്തെ കണ്ടുകൊണ്ട് എല്ലാ വേദനകളുമേ മാറിപ്പോകുന്ന ഈ സമയം സ്വർഗ്ഗത്തെ ദർശിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ എല്ലാ കഷ്ടതകളും മാറുന്നു, എല്ലാ വേദനകളും മാറുന്നു, ദുരിതങ്ങൾ മാറുന്നു. ഇതാ ഈശോ നമ്മളെ ഏറ്റെടുക്കുന്നു. ഇതാ സ്വർഗത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു. അനേകരെ കൊണ്ടുപോകുന്ന കർത്താവ് തന്റെ കൃപയാൽ ഇതാ നമ്മളെ ഉയർത്തുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം ഉയർത്തുന്ന കർത്താവ് ഈ മണ്ണിൽ നിന്നും
സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന കർത്താവ്. ആ ദൈവം ഇതാ നിന്നെ ഉയർത്തുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഈശോ നിന്നെ ഉയർത്തുന്നു. ഈശോയെ ഈശോയെ ആരാധിക്കുന്നു 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 ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. എല്ലാ നെടുവീർപ്പുകളും ഇതാ വിട്ടുമാറി പോകുന്നു. എല്ലാ നെടുവീർപ്പുകളും ഇതാ വിട്ടുമാറി പോകുന്നു. എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും ഇതാ വിട്ടുമാറി പോകുന്നു. ഈശോ ഇതാ നിന്റെ കരങ്ങളിൽ വഹിക്കുന്നു. ഈശോ ഇതാ നിന്റെ കരങ്ങളിൽ വഹിക്കുന്നു. അതാ പ്രപഞ്ചനാഥൻ ഇതാ നിന്റെ കരങ്ങളിൽ വഹിക്കുന്നു. എല്ലാ നെടുവീർപ്പുകളും ഇതാ നിന്നും വിട്ടുമാറി പോകുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിന്റെ ഹൃദയം നിറയുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിന്റെ ഹൃദയം നിറയുന്നു. ഇതാ വലിയ വിടുതൽ സംഭവിക്കുന്നു. ഇതാ നിന്റെ ജീവിതം പുതുതാക്കി മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ 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 ഗ്ലോറി ഗ്ലോറി ദൈവിക മഹത്വം ദൈവിക മഹത്വം ദൈവിക മഹത്വം. ഓരോ ഭവനങ്ങളിലേക്കും ഭവനങ്ങളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പകരപ്പെടട്ടെ പകരപ്പെടട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഒരു ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ജനിച്ച അതേ മാസത്തിനാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാൻ, സ്വർഗത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്കായിരിക്കുവാൻ അവിടുന്ന് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമ്മെപ്പോലെ ഒരുവനാക്കി അവിടുന്ന് അയച്ചു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മോടുള്ള കരുതലിനെ പ്രതി അവിടുന്ന് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മാലാഖമാര് ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയാണ് നമ്മുടെ രക്ഷകൻ. ഈശോയാണ് ഏക രക്ഷകൻ. ഈശോയാണ് നമ്മുടെ നാഥൻ. എല്ലാ നാവുകളും എല്ലാ അധികാരങ്ങളും അവിടുത്തെ മുമ്പിൽ മുട്ടുമടങ്ങും. എല്ലാം അവിടുത്തേക്ക് അധീനമാണ്. അവിടുത്തെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. ആ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ആ നാമത്തിലാണ് നമ്മുടെ അഭയം. ആ നാമമാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ആ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച വേളയിൽ ആ സുന്ദര കവാടത്തിൽ ജന്മനാ മുടന്തനായവൻ അപ്പോൾ തന്നെ കുതിച്ച് ചാടി സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുവിൻ്റെ നാമമാണ് ഇവനെ സൗഖ്യമാക്കിയത്. യേശുവിൻ്റെ നാമമാണ് ഇവനെ സൗഖ്യമാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ എന്ന നാമം ഉരുവിടുമ്പോൾ ഒരു അലൗകികമായ പ്രകാശം നമ്മുടെ മേൽ നിറയുന്നു. ഒരു സ്വർഗീയമായ അഭിഷേകം നമ്മുടെ മേൽ വരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ കുടുംബങ്ങളിലുമായിരുന്നുകൊണ്ട് ആ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ വലയം ചെയ്തിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും
ആ നാമത്തിന്റെ മുമ്പിൽ കീഴടങ്ങും, ആ നാമത്തിന്റെ മുമ്പിൽ വിട്ടുപോകും. ആ ഈശോയെ വിളിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം. ദാവീദിന്റെ പുത്ര യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആ ഈശോയുടെ നാമം വിളിക്കാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ, യേശു എന്ന നാമമല്ലാതെ. ആ യേശുവിന്റെ നാമത്തെ വിളിച്ചുകൊണ്ട്, ആ സൗഖ്യദായകമായ നാമത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക്, രോഗാതുരമായ ശരീരത്തിലേക്ക്, രോഗാതുരമായ നിന്റെ മനസ്സിലേക്ക്, രോഗാതുരമായ നിന്റെ ആത്മാവിലേക്ക് ആ ഈശോ തന്റെ ശക്തി അയച്ചുകൊണ്ട്, അവിടെ നിന്ന് പുറപ്പെടുന്ന ശക്തി നിന്റെ മേൽ വന്നുകൊണ്ട് നിന്നെ ഇതാ മുഴുവനായി സൗഖ്യമുള്ളവനാക്കുവാൻ പോകുന്നു. സമഗ്ര വിമോചകനായ ഈശോ, സമഗ്ര വിമോചകനായ ഈശോ ഇതാ നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായി കടന്നു വരുവാൻ പോകുന്നു. അതുകൊണ്ട് ആ ഈശോയുടെ നാമം വിളിച്ച്, സൗഖ്യദായകമായ നാമം വിളിച്ച്, വിടുതലിന്റെ നാമം വിളിച്ച്, ആ ഈശോയുടെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ. യേശുനാമം 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 വാഴ്ത്തുമേ. യേശുനാമം 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 വാഴ്ത്തുമേ. യേശുനാമമേ മധുരമതേ, യേശുനാമത്തിൽ സൗഖ്യമുണ്ടേ. യേശുനാമമേ മധുരമതേ, യേശുനാമത്തിൽ സൗഖ്യമുണ്ടേ. യേശുനാമം 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 വാഴ്ത്തുമേ. യേശുനാമം 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 വാഴ്ത്തുമേ. യേശുനാമമേ മധുരമതേ, യേശുനാമത്തിൽ സൗഖ്യമുണ്ടേ. യേശുനാമമേ മധുരമതേ, യേശുനാമത്തിൽ സൗഖ്യമുണ്ടേ. യേശുനാമം യേശുനാമം ഈശോ ഇറങ്ങി വരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോ ഇറങ്ങി വരുന്നു. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ആ ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈശോയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ സൗഖ്യദായകമായ നാമം, രക്ഷ നൽകുന്ന നാമം, ആ ഈശോയുടെ നാമം, ഇതാ സ്വർഗ്ഗം ഇറങ്ങി വരുന്ന ഈശോയുടെ നാമം, ദൈവിക ശക്തി വെളിപ്പെടുന്ന യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഈശോയുടെ നാമം, ഈശോയെ, ഹൃദയത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, മുട്ടോളമല്ല അരയോളവും പോരാ, കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ നിന്നേകുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ
ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശു യേശു അവനാരിലും വലിയവൻ. ശക്തി വ്യാപരിക്കട്ടെ. യേശു വിടുതൽ സംഭവിക്കട്ടെ. അവനാരിലും മതിയായവൻ. സൗഖ്യം ഒഴുകട്ടെ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു അവനാരിലും വലിയായവൻ. സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ തന്നെ ദൈവിക ശക്തി ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വരട്ടെ. സകല മക്കളുടെ സകല ഭവനങ്ങളുടെ മേലും സകല കുടുംബങ്ങളുടെ മേലും ഇറങ്ങി വരട്ടെ. ദൈവിക ശക്തി, ഈശോയുടെ ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഗ്ലോറി ഗ്ലോറി. ഓ, സ്വർഗം ഇറങ്ങി വരുന്നു, സ്വർഗം ഇറങ്ങി വരുന്നു. ദൈവിക ശക്തി വെളിപ്പെടുന്നു. യേശുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വരുന്നു. സകല രോഗികളിലേക്കും സകല ബന്ധിതരിലേക്കും സകല ബന്ധിതരിലേക്കും അടിച്ചമർത്തപ്പെട്ടവരിലേക്കും ഈശോ ഇറങ്ങി വരുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ സ്വർഗ്ഗത്തിന്റെ ഇടപെടലുകൾ കർത്താവേ, അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. അനേക ബന്ധിതർ ഇപ്പോൾ മോചിതരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വേദനകളും എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മുടെ അരികിലുണ്ട്. ഏറ്റവും വേദനയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നിന്നെ വലയം ചെയ്യുന്നുണ്ട്. ഏകാന്തതയിലായിരിക്കുമ്പോൾ, താങ്ങാനാകാത്ത വിധം ഭാരത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ആ ഈശോ നിൻ്റെ അരികിലുണ്ട്. നിൻ്റെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കുവാൻ, നിൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ ആ ഈശോ നിൻ്റെ അരികിലുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആരെല്ലാം നിന്നെ വിട്ടു പിരിഞ്ഞു പോയാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, നിന്നെ മറക്കാത്ത ഒരു ദൈവം,
നിൻ്റെ അരികിലുണ്ട്. ആ ദൈവത്തിൽ കണ്ടെത്തി, ആ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ഭാരങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടലുകളും എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുമ്പോൾ ആ ഈശോ നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ വേദനകൾ അവിടെ നോക്കിയെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നീ കടന്നു പോകുന്ന ഏതവസ്ഥയിലും ഈശോയ്ക്ക് കടന്നു വരുവാനായിട്ട് പറ്റും. നിന്റെ മുമ്പിൽ വേറൊരു വഴികളുമില്ലായിരിക്കാം. നിന്റെ മുമ്പിൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും നിനക്ക് ലഭിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. എങ്ങനെ ഇതെല്ലാം സംഭവിക്കും, എങ്ങനെ ഇതെല്ലാം മാറുമെന്നുള്ള ചിന്തയിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. എന്നാൽ കർത്താവ് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇതൊരു തോന്നലല്ല, ഇത് വെറും വചനമല്ല, പാഴ്വാക്കല്ല. ഒരു ദൈവം നമ്മോട് പറയുന്ന വചനമാണ്. സർവ സൃഷ്ടാവായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആ സമാശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. നമ്മളെ വലിയൊരു സമാധാനം ഈശോ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി നമ്മുടെ എല്ലാ വേദനകളും ഈശോയ്ക്ക് സമർപ്പിക്കുക. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അരികിലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ണുനീരിൻ താഴ്വരകൾ ആടിഘോരമാം മേടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ ആടിഘോരമാം മേടുകളും, മരണത്തിൻ കുരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാ
ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ സ്നേഹിതർ ദൂഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും എല്ലാ ഭാരങ്ങളെയും ഈശോയിലേക്ക് ശാശ്വത പാറയേശു എല്ലാ ഒറ്റപ്പെടുകളെയും പുതുജീവൻ എല്ലാ കണ്ണുനീരിനെയും പകർന്നിടും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു നിങ്ങളെ സ്വതന്ത്രരാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായി മാറും. ഇതാ ദൈവം നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഈശോ നമ്മളെ സ്വതന്ത്രരാക്കുന്നു. അവിടുത്തെ ജീവൻ ഇതാ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, മനസ്സിലേക്ക് ആ ജീവൻ ഇറങ്ങി വരുന്നു. ശാശ്വത പാറയേശു സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. പാറയേശു പുതുജീവൻ പകർന്നിടും ഈശോയുടെ സമാധാനം കൊണ്ട് നിറയട്ടെ, ഈശോയുടെ സമാധാനം കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ തലോടനം, ആ പരിശുദ്ധാത്മാവിന്റെ ആ തണുത്ത കാറ്റ് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. ആ സമാധാനം, ആ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. ശരിയാണ് ഈശോ നൽകുന്ന സമാധാനം മുഴുവൻ നിറയട്ടെ. ജീവിത പങ്കാളിയും നിറയട്ടെ, കുഞ്ഞുങ്ങളും നിറയട്ടെ, നിറയട്ടെ, എല്ലാവരും നിറയട്ടെ, കുടുംബം മുഴുവനും നിറയട്ടെ. ശരിയാണ് വിടുതലിന്റെ അഭിഷേകം നിറയട്ടെ, വിടുതലിന്റെ അഭിഷേകം നിറയട്ടെ. എല്ലാ ഭയങ്ങളും വിട്ടുമാറി പോകട്ടെ, എല്ലാ ഭയങ്ങളും വിട്ടുമാറി പോകട്ടെ. അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. കുടുംബത്തെ വലയം ചെയ്തിരിക്കുന്ന അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ. ഈശോയുടെ അഭിഷേകത്താൽ നിറയട്ടെ, സൗഖ്യത്താൽ നിറയട്ടെ. വലിയ വിടുതൽ ഈ രാത്രിയിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ആ സ്വർഗീയ ശക്തി, ആ സ്വർഗീയ ശക്തി, ഉന്നതത്തിലുള്ള ആ ശക്തി ഇപ്പോൾ ഇറങ്ങി വരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഓരോ മക്കളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയിലേക്ക് ഉയർത്തുന്ന കരങ്ങളിലേക്ക് അവിടെ നിന്ന് പിടിക്കും. ഉന്നതത്തിൽ നിന്ന് കരം നീട്ടി അവിടെ തന്നെ പൊക്കിയെടുത്തു. പെരുവെള്ളത്തിൽ നിന്നും, ഈ കടന്നു പോകുന്ന പെരുവെള്ളത്തിൽ നിന്നും ഇതാ കർത്താവ് നിന്നെ കരം പിടിച്ചുയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, ശക്തിയുടെ വെളിപ്പെടലിൻ്റെ
ഏറ്റവും മൂർധന്യമായ ഭാവമാണ് ഈശോയെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തും, നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കും, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളിതാ ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നു. സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടുകൂടി അവിടുത്തെ ആരാധിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവിടുത്തെ നാമം ഉയർത്തുമ്പോൾ, എല്ലാറ്റിനേക്കാളും വരിയായി അവിടുത്തെ സ്നേഹിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയൊരു ആരാധനയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സൗഖ്യത്തിൻ്റെ ആരാധന, വിടുതലിൻ്റെ ആരാധന. ഈ ഗാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് മുട്ടന്മേലായിരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടന്മേലായിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ നല്ലവനായ ദൈവത്തെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. വിശ്വസിക്കാം, ഈ സമയം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവിക പ്രവൃത്തികൾ നമ്മൾ കാണും, ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും, ദൈവത്തിന്റെ ശക്തി നമ്മൾ ദർശിക്കും. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ വലിയ ആരാധനയിലേക്ക് നമുക്ക് കടന്നു പോകാം, വലിയ ആരാധനയിലേക്ക് നമ്മൾ കടന്നു പോകാം. ഈ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഏത് ഭാവത്തിലായിരിക്കുവാൻ തോന്നുന്നുവോ അതുപോലെ ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, ഹല്ലേലൂയ സ്വർഗീയ ദൂതരോട് ചേർന്ന് ഹല്ലേലൂയ ആമേൻ. അവിടുന്നാണ് ആശ്വാസം, അവിടുന്നാണ് ആശ്രയം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ആ ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ ദർശിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ആമേൻ. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും.
ഹല്ലേലൂയ 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 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ഈശോയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നവരെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളെ വിടുവിക്കുന്നവരെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ഉയർത്തുന്നവരെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഈ നിമിഷങ്ങളിലെല്ലാം അനുഗ്രഹിക്കുകയായിരുന്നു, നമ്മളെ വിടുവിക്കുകയായിരുന്നു. എല്ലാവർക്കും ദൈവം പല രീതിയിൽ സൗഖ്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മളെ ഏറ്റെടുത്തു. മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ആദ്യം കണ്ടതുപോലെ സ്വർഗത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറണം. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം ദുർവാർത്തകൾ കേട്ടാലും നമ്മൾ ഭയക്കാതെ മുന്നോട്ടുള്ള യാത്രയിൽ ഈശോയുടെ കരം പിടിച്ച് നടക്കുവാൻ, ഈശോയെ ദർശിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്വർഗീയ ദർശനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകാം. അതുപോലെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും നമ്മുടെ ഈ വരുന്ന 25-ാം തീയതിയത്തെ ശുശ്രൂഷകൾ എല്ലാം സമർപ്പിക്കാം. പിറവിയുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. 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 നല്ലലെല്ലാം മാറിയിടുമേ. എന്നല്ലെല്ലാം മാറിയിടുമേ. Praise the Lord. Hallelujah. Praise the Lord. ക്രിസ്മസിൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ ഈ ശുശ്രൂഷയുമൊക്കെ ദൈവം നമുക്കായി ഒരുക്കിയതിനെ സ്വീകരിച്ച് നന്ദിയുള്ളവരായിരിക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വലിയ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സെൻറ്റ് പോൾസ് ഗ്രൂപ്പിൻ്റെയൊക്കെ പേരിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ മാസം കൂടുതലായിട്ടൊക്കെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഹൃദയത്തെ ഒരുക്കുവാൻ എല്ലാവരും ഒരുങ്ങുകയും ഓരോ ഭവനത്തിലേക്കും നമ്മുടെ കർത്താവ് കടന്നു വരുവാൻ വേണ്ടി ഇടയാവുകയും ചെയ്യട്ടെ. ഇന്ന് ശുശ്രൂഷ നടത്തിയ എല്ലാ സഹോദരനെയും സെൻറ്റ് പോൾസിൻ്റെ ലീഡറായ സുനിൽ ബ്രദറിനെയും ഇന്ന് ശുശ്രൂഷയിൽ ഇവിടെ ഭാഗവാഹിത്വം വെച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഭവനത്തെയും ഇന്നതിനൊക്കെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഈ ദിനങ്ങളിലൊക്കെ കൂടുതലായി ഉണ്ടാകുവാൻ വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച വരേക്ക് നമ്മൾ കാണുന്നവരെയും കൂടുതൽ ഈ സമയങ്ങളിൽ പ്രത്യേകം ഈ നോയമ്പ് കാലങ്ങളൊക്കെ പ്രാർത്ഥനയിലായിരിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒന്നിലും പതറാതെ വിശ്വാസത്തിൽ തുടരുവാനും വേണ്ടുന്ന എല്ലാ കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേന്മേൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കുരിശ് വരച്ച്
പ്രാർത്ഥിച്ച് നമുക്കിന്ന് പിരിയാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.